ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. ഹൈദരാബാദിൽ വെച്ചാണ് ഈ പറയുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നടന്നത്. റണ്ണറപ്പ് ആയത് കേരളമാണ്. അതായത് കേരളവും പശ്ചിമ ബംഗാളും കൂടി മത്സരിച്ച് പശ്ചിമ ബംഗാൾ ജയിക്കുകയാണ് ചെയ്തത്. 78ാമത് സന്തോഷ് ട്രോഫി മത്സരമായിരുന്നു. പ്രഥമ ഖോ ലോകകപ്പ് നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് പ്രഥമ ഖോ ലോകകപ്പ് നടക്കുന്നത്. 9 അംഗങ്ങളാണ് ഖോ എന്ന് പറയുന്ന ആ ഗെയിമിൽ കാണപ്പെടുന്നത്. 9 അംഗങ്ങളാണ്. ഈ ഖോ ഗെയിമിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും വിജയികളായത് ഇന്ത്യയാണ്. പ്രഥമ ഖോ ലോകകപ്പ് നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും വിജയിയായത് ഇന്ത്യ തന്നെയാണ്. 2024 ഡിസംബർ 24 അന്തരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജിമ്മി കാർട്ടർ എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2024 മരിച്ച ഡിസംബർ 25 മരിച്ച എഴുത്തുകാരനായിട്ടുള്ള MT വാസുദേവന്റെ സ്മരണയ്ക്കായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശ്ശൂർ വിജയിയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിക്ക് നൽകിയ പേരാണ് MT നിള എന്ന് പറയുന്നത്. അത് MTയോടുള്ള ആദരസൂചകമായിട്ടാണ് MT നിള എന്ന പേര് നൽകിയത്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി നിർമ്മാണ ചുമതല വഹിക്കുന്നത് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത്.